Hello everyone. It's me Chembakunyashan here. Everyone, welcome to Chembakunyashan. ആദ്യത്തെ വ്ളോഗ് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല വ്ളോഗ് ചെയ്യാൻ വേണ്ടി, എന്നാലും ചുമ്മാ ഒന്ന് വ്ളോഗ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ കലാപരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 666 ചെറിയൊരു ഗെറ്റ് ടുഗെദർ പ്ലാനാണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഉഷാറാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ കുറച്ച് പേര് 666 ഗ്യാങ് മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ചെമ്പങ്കുഞ്ഞ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫേസ് ക്യാമ്പ് വെച്ചിട്ട് ഇടക്കിടക്കൊക്കെ ചെയ്യാറുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഇന്ന് കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് എല്ലാവരും. എന്നാലും കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് എൻ്റെ ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം. നമ്മളിവിടെ നിന്നിട്ടാണ്, ഈ ഒരു ചെറിയ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഗെയിം കളിക്കുന്നതും ബാക്കി പരിപാടികളെല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കലാപരിപാടികളെല്ലാം. ഓക്കെ, ഹലോ. അപ്പൊ ദേ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കാം. ദേ പരിചയപ്പെട്ടോളൂ, ഇതാണ് നമ്മളുടെ സായിപ്പ് ടോണി. ഹായ് ഗൈസ്. ഹലോ സായിപ്പ് ടോണി, സേ ഹായ്. ഹായ്, എന്തുണ്ട് വിശേഷം? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മാമച്ചൻ. ഇതാണ് ഗൈസ് മാമച്ചൻ. മാമച്ചൻ സീനാണ്. മാമച്ചൻ ഫ്രം തൃശ്ശൂർ നിന്നാണ് മാമച്ചൻ. മാമച്ചൻ എന്താണ് ഇന്ന് പരിപാടികൾ? അതെ, 666 ഫസ്റ്റ് മീറ്റപ്പാണ്. ടോണി എവിടെയാ സ്ഥലം? എറണാകുളം, പറവൂർ. അപ്പൊ ടോണി എറണാകുളത്താണ്. പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എൻസോ എഡ്വാർഡ്സ്. ഫേമസ് ആണ്, കുറച്ച് ലേശം ഫേമസ് ആണ്. ഇപ്പൊ നമ്മുടെ ഓൺ ഫുഡ് ആണ്, നമ്മൾ കുറച്ച് സ്പെഷ്യലിസ്റ്റ് ആണ് ഓൺ ഫുഡിന്റെ. ഇറങ്ങി ഓർഡർ മാത്രമേ ഉള്ളൂ. എന്നാലും ഇപ്പൊ നമ്മള് ചെറിയൊരു നിറാവശ്യത്തിന് വേണ്ടി വന്നേക്കണേന് ഇവിടെ നമ്മുടെ ആശന്റെ അവിടെ. ഇപ്പൊ നമ്മള് പലരെയും ഇന്നാണ് കണ്ടുമുട്ടണത്. കുറച്ചേക്ക് വന്നേ ഉള്ളൂ. അതെ, അപ്പൊ ഇനി കരികാലിനും ബാക്കി കുറച്ച് ആൾക്കാർ കൂടി വരാനുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടി വന്നു കഴിഞ്ഞാൽ, അതായത് ഇനി ഡോണി വരാനുണ്ട്, കരികാലം വരാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറെ ആരൊക്കെയാ, പിന്നെ ആരൊക്കെയോ ഉണ്ട്. പിന്നെ നമ്മുടെ ആടുതോമ, അറക്കോ ആടുതോമ 666 മെമ്പറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലു ഡോൺ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ പാസ് ആയതുകൊണ്ട് പാസ് ഡേ. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ നോക്കും, അവരെ കണക്ട് ചെയ്യും. പിന്നെ നമ്മുടെ വേറെയും കുറച്ച് സുഹൃത്തുക്കൾ, ഗെയിമിംഗ് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എന്തായാലും കാണാം. ഇന്ന് നമ്മുടെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അറിയില്ല ഇതെങ്ങനെയാണ് ഈ പരിപാടിയും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ എവരി വൺ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ എവരി വൺ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പരിപാടി ഇന്ന് കോർലീസ്ലിയിലാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അതായത് നമ്മുടെ നോർത്തിലാണ്, കൊച്ചിയിൽ ഏകദേശം സെൻട്രലായിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇവന്റ്, എൻ്റെ ഇവൻ്റാണ് നടക്കുന്നത് ഇവിടെ കോർലീസ്ലിയിൽ ഹോട്ടൽ. അപ്പോൾ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ലൈറ്റും സൗണ്ടും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു 3-4 ഇവന്റ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ഇവൻ്റാണ് ഇത്. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ഞാൻ അമ്പഴത്തിനെ കൊണ്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തൊന്ന് എത്തിക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തി. അപ്പോൾ നമ്മളിവിടെ നിന്ന് പയ്യെ ഒന്ന് ചില്ല് എന്നുള്ള പരിപാടിയാണ്. ഉച്ചയായി, ഇപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇവരെല്ലാവരും രാവിലെ തന്നെ എത്തി, ഫ്രഷായി. ഇപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. മാമച്ചനും മെൻസോയി, അതേപോലെ നമ്മുടെ സായിപ്പ് ടോണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ന്യൂരിന്ന് പൊളി. പോവാം. ഇവിടെ ഇവിടെ നമ്മുടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. പോവാം. മാമച്ചൻ എല്ലാവരും ഉണ്ട്. സായിപ്പ് ഹോർണി ഉണ്ട് ഗൈസ്. സായിപ്പ് ഹോർണി അടിയിലേക്ക് നിക്ക.
ഓക്കെ, ടോണി എന്തായിരിക്കും ഇമ്പ്രഷൻ അവരെ കാണുമ്പോഴേക്ക് ആദ്യത്തെ? ഡാഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ഒച്ചേ പറ. ഗെയിമിലെ ഡാഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഗെയിമിലെ ഡാഡിനെ കണ്ടിട്ടില്ല ഇതുവരെ. എന്താ പറ. ആദ്യമായിട്ട് ഡാഡിനെ കാണാൻ പോണേ. ഡാഡിന്റെ പേര് കളികാലൻ. ആദ്യത്തെ കളികാലൻ. ആദ്യത്തെ കളിക്കാരനെ കാണണ്ടേ? അവൻ ആദ്യത്തെ കളിക്കാരനെ കണ്ടോ? കണ്ടു കണ്ടു. എവിടെ? വന്നോടി പിറ്റിയാനാ? പിറ്റ് ചെയ്യാൻ പറയാം. എന്താണ് അഭിപ്രായം? പ്രായം എന്താണ്? ഞാൻ ഒരു പാന്റ് എടുത്തിടാൻ പോണ്. എന്തിനാ? ഡാഡി കുറച്ച് വിഷയമാണ്. അത് ഗെയിമിലല്ല, രണ്ടെണ്ണം. ആദ്യമായിട്ട് അങ്ങനെ കാണാൻ പോവാണ്. ആദ്യത്തെ കഥളി വേണപ്പണം ഇതാ എത്തിയിരിക്കാണ് ഗൈസ്. IGL ഡോണി ഇതാ എത്തിയിരിക്കാണ് ഗൈസ്. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. കരിയല വെരി വെൽക്കം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഡോണി, ഡോണി വാ. ഡോണിയോടെ? ഡോണിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതല്ല, ഇത് ഡോണി നിന്നല്ലേ വിളിച്ചത്. നിക്കട്ടാ, ആദ്യത്തെ ഇംപ്രഷൻ ഗായ്സ്. വെൽക്കം IGL ഡോണി. ഗായ്സ്, അയ്യോ അടുത്ത ആളെ പരിചയപ്പെട്ടില്ല. ഇതാണ് നമ്മളുടെ ആട് തോമ. ആടുതോമ, ആടുതോമ കേട്ടാ. അയ്യാ, ഇതാണ് നമ്മളുടെ ഒഫീഷ്യൽ. ആരായിരുന്നു? അറക്കളം ആടുതോമ. കണ്ട പാടൊക്കെ ഉണ്ട്. എവിടെന്നൊക്കെ അടി കൊണ്ടുവന്നേക്കണേണ്. അവിടെ ഇവിടെയൊക്കെ കണ്ണിന്റെ അവിടെ ഇവിടെയൊക്കെ സ്റ്റിച്ചാണ്. അതേപോലെ നമ്മുടെ സുബി ഉണ്ട് ഇവിടെ. സുബി ഹായ്. നമ്മുടെ സുബിൻ നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണ പുള്ളിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മളുടെ പരിപാടികൾ ഏകദേശം സ്റ്റാർട്ടായി. ന്യൂ ഇയർ ആയി. കരികാലിനും ഞാനും കൂടി വണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ കൊച്ചി ഇന്നിപ്പോ നമ്മളെ പാർട്ടി ആഘോഷിക്കുന്ന ഒലിവ് ഡൗൺ ടൗണിലായിരിക്കും. അപ്പൊ എൻസോയും ഇത് കണ്ടോ ഫോണിൽ DJ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിപാടിക്കുള്ള DJ പ്ലെയറും ബാക്കി കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്യണം. IGL ധോണി അവിടെ പ്ലാൻ ചെയ്യണേ എത്ര രൂപ പെട്രോൾ അടിക്കണമെന്ന്. ധോണിയും അവരൊക്കെ മാമച്ചനും കൂടി പെട്രോൾ അടിക്കണേ. അപ്പൊ ഓക്കെ, അപ്പൊ ബാക്കി പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒലിവ് ഡൗൺ ടൗണിലാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ 666 എല്ലാ മെമ്പേഴ്സും ഉണ്ട്. ആടുതോമനെ കാണാത്തവർ, ഇതാണ് അറക്കളം ആടുതോമ. യോ ഓ ശരിയായ ഗാങ്സ്റ്റർ അപ്പുറം ടാറ്റു കാണിക്കുന്നുണ്ട്. അത് മാമച്ചനാണ്. പിന്നെ അതേ നമ്മുടെ സായിപ്പ് ഡോണി, ഇത് സുബിൻ സുഹൃത്താണ്. IGL ഡോണി. IGL ഡോണിനെ കാണാത്തവര് ഇത് കരികാലൻ, ലെൻസോ. ഇനിയും ഞാൻ വീണ്ടും പറയണേ, എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? ഇപ്പൊ എത്ര മണിയായി? സമയത്രേ 8:38 ആയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പരിപാടികളൊക്കെ ഓണായി. ഇപ്പൊ അവിടെ അതിന്റെ അകത്താണ് പാർട്ടി നടക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ. അതെ, 4 മണിക്കൂർ കഴിഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കും. ഇത് കഴിഞ്ഞ അടുത്ത കലാപരിപാടികളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ പരിപാടികളും കലാപരിപാടികളൊക്കെ അതിന്റെ അകത്താണ് നടക്കുന്നത്. ഫുൾ പവറിലാണ് എല്ലാവരും. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാറിലോട് ഇവിടെയൊക്കെ തിരക്കാണ്. ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഒടുക്കാൻ തിരക്കാം, രക്ഷയില്ല. ഇപ്പം എന്തായാലും നമ്മൾ ബാരിക്കറ്റ് ഹോളിലാണ് ഈ പ്രാവശ്യം പരിപാടി നടത്തുന്നത്. അപ്പം ആൾക്കാരെ കയറ്റി വിടുന്നു, ഇറങ്ങുന്നു. ആകെ ബാറിലേക്ക് ഇങ്ങോട്ട് മാത്രം ആക്സസ് ഉള്ളൂ. ഇപ്പം അവിടെ ബാറും പരിപാടികളൊക്കെ കാണിച്ചു തരാം. നമ്മൾ സ്ഥിരം ഇവിടെ പരിപാടികൾ ചെയ്യണം. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കാം. അകത്താണ് ബാറും കാര്യങ്ങളൊക്കെ.
പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രാത്രി പൂളിച്ചാടാന്നുള്ള കുറച്ച് പരിപാടികളുണ്ട്. അതും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കരികാലം മാത്രം കാണും. 7 അടി. വേറെ ആരക്കണ്ടിയില്ലെങ്കിലും കരികാലിനെ കാണാൻ പറ്റും. അതാണ് ഇന്നത്തെ പരിപാടികൾ. പരിപാടി കഥച്ച എന്താടാ? അയ്യോ നാണം എന്ത് മൈനാണോ പറയണത്? കരിയാല പരിപാടി മതിയായ തളർന്ന് ആമച്ചടാ എടാ ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കാണ് ഗായ്സ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ആമച്ചനെല്ലാവരും തളർന്നൊടിഞ്ഞിരിക്കണം ഗായ്സ്. തളർന്നൊടിഞ്ഞ് ഗായ്സ്. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കണം ഗായ്സ്. ഇനി നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ചെറിയ ഒരു ഡിന്നറും പരിപാടികളൊക്കെ ഉണ്ട്. 12 മണിക്ക് ശേഷം ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും റെഡിയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. നല്ല DJ പരിപാടികളും ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കരികാലിലാണ്. അപ്പൊ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായി? എർത്തടിക്കോളാം. ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായി? അതെ, കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് പരിപാടികൾ. ഇനിയുള്ള ബാക്കി കലാപരിപാടികൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഗായ്സ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നാം ഇനി അടുത്ത ഇതിൽ കാണാം. ഓക്കെ, You guys made this wonderful. ഓക്കെ, ബൈ. അപ്പോൾ വിട്ടു. അവരെല്ലാവരും കിതച്ചു. എല്ലാവരും ക്ലബിൽ നിന്നൊക്കെ ഇറങ്ങി. പയ്യെ നമ്മുടെ പിള്ളേരെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഫുൾ പവറിലാണ്.
ഇനിയിപ്പോ അടുത്ത കലാപരിപാടികളിലേക്ക് കിടക്കണം അവന്മാർക്ക്. എല്ലാവരും പയ്യെ ക്ലബ്ബ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പോവാണ് അല്ലേ? എങ്ങനെ ഉണ്ടായടാ? അയ്യോ അടിച്ചൊക്കെ കിറിങ്ങാണ്ടോണ് കാലൊക്കെ ഉണ്ട്. അടിച്ച് കിറിങ്ങാണ് കാഴ്ച പോകുന്നത്. എടാ മാമച്ചോ മാമച്ചനും എൻസൊക്കെ അതേ അടിച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് ഗൈസ്. എൻസതേ പോണേ അതെ മാമച്ചൻ്റെ കൂടെ അടിച്ച് സെറ്റായിട്ട് പോണേ. അപ്പം അങ്ങനെ നല്ലൊരു പരിപാടിയായിരുന്നു. ഇന്നത്തെ പരിപാടികൾ നമ്മുടെ കൊച്ചിയിലെ പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ അടുത്ത സ്റ്റേയിലേക്ക് പോവാം. പരിപാടികളായിട്ട് നമ്മൾ നിൽക്കണം. ഓക്കെ, ഇപ്പം നമ്മളെ കടവന്ത്ര വലിയ ടൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതാ എഴുന്നേറ്റു. 2024 പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റു. അതിരാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് ഗൈസ്. സമയം നോക്കിയാൽ കാണാൻ പറ്റും 1:10. ഒരു 1:10 നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത് എല്ലാവരും. ദേ ഇപ്പൊ എല്ലാവരും ദേ ആസ് യൂഷ്വൽ പരിപാടികളായിട്ട് ദേ തുടങ്ങി. എന്താണ്ടാ എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ദേ ഇപ്പോഴാണ് എഴുന്നേറ്റത്. റോപ്പ് സ്റ്റാർക്ക് ദേ അത് രാവിലെ തന്നെ നമ്മുടെ റോപ്പ് സ്റ്റാർക്ക് പിന്നെ ഇതാണ് മെയിനാള്. ഇത് മാർത്തണ്ണജി. മാർത്തണ്ണജി ന്യൂ ഇയർ ആയിട്ട് 2 വാക്ക്. ഇല്ല ഞാൻ വ്ളോഗിങ്ങിലാണ്. ഗായ്സ് ഇതാണ് മാർത്താണ്ഡൻ. ബാത്റൂമില് വ്ളോഗാ. ബീസ്റ്റേ വെരി ഹാപ്പി ഗുഡ് ഈവനിങ്. ഹാപ്പി ന്യൂ ഇയർ. മാർത്താണ്ഡ എടുത്തേ. മാമച്ചനൊന്നും ബോധമില്ലെന്നാ പറയണത്. മാമച്ചെന്താടാ നീ വൈകിയിരുന്നേറ്റെ? രാത്രി എന്താ രസം വെള്ളം കുടിച്ചാ? എങ്ങനെ ഉണ്ടായ ടോണി ഇന്നലെ നൈറ്റ്? ആണോ? അത് കലക്കം. എങ്ങനെ ഉണ്ടായി ഇന്നലെ നൈറ്റ്? അവനൊന്നും പോവാതെ പോലും ഉണ്ടായില്ല. കരിയാൽ എന്താ വൈകി എഴുന്നേറ്റ്? തലവേനൊന്നുമില്ല എല്ലാവർക്കും. അല്ല മാർത്താണ്ട, നമ്മുടെ ഇത് ന്യൂ ഇയറിനെ കുറിച്ച് 2 വാക്ക്. ന്യൂ ഇയറിനെ കുറിച്ച് 2 വാക്ക് പറയുമോ? എടാ മാർത്താണ്ട, ന്യൂ ഇയറിനെ കുറിച്ച് 2 വാക്ക് പറ. ധോണി അടിച്ച പെഗ്ഗിന് കണക്കില്ല, അറിയോ? എന്നിട്ട് അവൻ ആറാമാണ്. ഓ ക്രൈസി ബോയ് അങ്ങനെ വന്നിരിക്കണം ഗായ്സ്. ഇത് നമ്മുടെ പുതിയ റിക്രൂട്ട്മെന്റ് ക്രൈസി ബോയ്. സേവർ ഇത് നമ്മുടെ ക്രൈസി ബോയ് ആണ്. ഓ കുളിക്കാൻ പറ്റിയ ഒരാള്. കുളിച്ചിട്ട് ബീച്ചിന്റെ ഉടക്കാരെ ഇങ്ങോട്ട് പോരാ മറത്തണ്ട. എംബാപ്പേ ഡ്രസ് മാറി വാടാ. പിന്നെ എംബാപ്പെ ട്യൂഷന് പോകാൻ വേണ്ടി ഭാഗത്തോണ്ട് നിൽക്കുവാണ്. മറ്റേ അപ്പൊ 1-ാം തീയതി രാവിലെ ഉച്ചയായി. ഇപ്പൊ ഏകദേശം 2:30 മണിയാവുന്നു. നമ്മളിപ്പോ നമ്മുടെ പൈദോശയിൽ വന്നിരിക്കണം ഭക്ഷണം കഴിക്കാനായിട്ട്. എളംകുളത്തുള്ള നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പയ്യെ വന്നതാണ്. അപ്പോ നമുക്ക് വെറൈറ്റി ദോശകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇവര് സ്ഥലങ്ങൾ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6 പേർക്കുള്ളത് അവരൊരുക്കണാണ്. അല്ല ആട് തോമാജി ഇല്ല, ആട് തോമാജി പുറത്തു പോയിരിക്കാണ്. ബാക്കി എല്ലാരും ഉണ്ട്. അദ്ദേഹം രാത്രിയെ വരുള്ളൂ. ഇനി
എൻസോന്റെ കണ്ണൊന്നും തെളിയണില്ല. ടോഡിനൊക്കെ നോക്കി കണ്ണെന്നോ ഇതില്ല. ബാക്കി എല്ലാവരും ഓൾറൈറ്റ് ആണ്. ഗായ്സ് മിനി കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. മിനി നോക്കുക, എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുക. ഇവിടെ 36 വെറൈറ്റി ദോശകളുണ്ട്, ഇഷ്ടമാതിരി സാധനങ്ങളുണ്ട്, കുറെ വെറൈറ്റി ഫുഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡ് പരിപാടികളും ബൈക്ക് പരിപാടികളൊക്കെ നോക്കാം. ബ്രഞ്ചാണ് ശരിക്കും കഴിക്കുന്നത്. ആക്ച്വലി രാവിലെ ഇവര് കഴിച്ചിട്ടില്ല. 2000 years later. എന്തോ ടർഫ് പ്ലാൻ ചെയ്യുന്ന പോലെ ഭയങ്കര കാര്യമായിട്ട് ഐഡിയൽ ഡോണിങ് കരികാലം. എവിടെ എന്റെ ദോശ, അമ്പി ദോശ. അയ്യോ, ആശാന്റെ ദോശ അമ്പി ദോശ എന്നാണ് ഇവര് പറയുന്നത്. ഗായ്സ് അപ്പൊ ഭയങ്കര പ്ലാനിങ്ങിലാണ്. എന്ത് കഴിക്കണം എന്തിന് കഴിക്കണം എന്നൊന്നും അറിയില്ല. ഓക്കെ ഗായ്സ്, എന്തൊക്കെയോ ഇവര് പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ദോശയാണ് ഓർഡർ ചെയ്തതെന്ന് കാണാം. നമ്മുടെ GTA 5 RP കളിക്കണ പോലെ തന്നെ ദോശക്ക് ഉണ്ട് RP. എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത് കാര്യമല്ല പറ. നമ്മളെല്ലാരും ഓരോ ദോശ വെച്ച് ഇത്ര അടുത്ത് പിടിക്കല്ലോ. ഓരോ ദോശ വെച്ച് മാറി മാറി എടുക്കും. എന്റെ തുണ്ട് ദോശ, എന്ത് ദോശ? ഗുണ്ട് ദോശ, ഗുണ്ട് ദോശ. പിന്നെ എന്റെ അമ്പി, അമ്പി ദോശ, അമ്പി. ആശാന്റെ അമ്പി ദോശേ. അപ്പൊ പിന്നെ പിന്നെ നീ എന്താ പറഞ്ഞത്? ഭരതൻ ദോശ. നീ എന്താ ഓർഡർ ചെയ്തത്? ഫ്രഷ് ലൈവ്. ചെമ്പങ്കുഞ്ഞാശാൻ സാധാരണ പോലെ തന്നെ സാധാരണ മസാല ദോശ. നമുക്കിന് വെയിറ്റ് ചെയ്തേക്കാം. കൊണ്ടുവരുമ്പോ ഇതെല്ലാം ആശാൻ എടുത്തിട്ട് ഞങ്ങളുടെ സാധാ മസാല ദോശ കഴിക്കും. മൂഞ്ചി 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 ഇതൊക്കെ കഴിച്ചോക്കാം. കരിക്കാരന്റെ ഫേവറേറ്റ് സാധനം SI ഭരതൻ എന്നാണ് ഈ ദോശയുടെ പേര്. എന്റെ അല്ല, ടോണിയുടെ ദോശ. ഇതാണ് SI ഭരതൻ. ഇല്ല കുക്ഡാണ് SI ഭരതൻ. അടുത്ത ദോശ എത്തിരിക്കുകയാണ്. അമ്പി ദോശ. മാമച്ചാ തുറന്നാണിച്ചേ അമ്പി ദോശ. അമ്പി ദോശ തുറന്നു കാണിക്കുന്നതായിരിക്കും. അമ്പി ദോശയുടെ അതോർക്കാൻ പറ്റില്ല. അടുത്ത ഡോണിയുടെ ദോശയാണ്. ഡോണിന്റെ ദോശ പറഞ്ഞത് ഒലിവുണ്ട് എന്റെ അകത്ത്. SI ഭരതനെത്തി. പിന്നെ അതെന്തായിരുന്നു? അമ്പി ദോശ എത്തി. പിന്നെ അത് ദോശ പറഞ്ഞേ അതെന്ത് ദോശയാണ്? വോൾവോ ബസ് ദോശ. ഇനിയിപ്പോ ഇവർക്കുള്ള സാധനങ്ങളൂടെ എത്തണം, എനിക്കുള്ള സാധനങ്ങൾ എത്തണം. ആ ചേട്ടൻ അടുത്തതും കൊണ്ടുവന്നിട്ട് ഗായ്സ് പിസ്സ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്താണെന്ന് മനസ്സിലാവാണ്ട് തുണ്ട് ദോശ പറഞ്ഞിട്ട് കരികാലം എന്ത് ചെയ്യുന്നൊരു പിടുത്തൂല്ല. കരികാലം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. എന്ത് സാധനം അറിയാൻ പാടാണ്ട് മച്ചാൻ നോക്കിക്കണ പിസയാണെന്ന് തോന്നുന്നു ഗായ്സ്. എല്ലാവരും വെറൈറ്റി ദോശ കഴിച്ചോണ്ടിരിക്കണം. അങ്ങനെ പിസ എങ്ങനുണ്ട്? കൊള്ളാമോ? കരികാലന്റെ ദോശ വളരെ വെറൈറ്റി ദോശ എന്നാ പറയുന്നേ. കരികാലിൽ എന്തൊക്കെയുള്ളത്? സോസ് ഉണ്ട്, ചീസ്, ചോക്ലേറ്റ് ഉണ്ട്. കണ്ട പിസ്സ പല വരും. കണ്ട നമ്മുടെ നോർമൽ മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അവന്റെ ദോശ നല്ല വെറൈറ്റി ആട്ടാ അല്ലേ? ചോക്ലേറ്റ് പിന്നെ എന്തൊക്കെയാ? ചോക്ലേറ്റ്, ചീസ് ഓംലെറ്റ്, ചട്നി. രണ്ട് ടൈപ്പ് ഉണ്ട്. ചട്നി 2 ടൈപ്പ് ഉണ്ട്. മസാല, ബീട്രൂട്ട് മസാല, അത് മസാല, നോർമൽ മസാല. ഇവന്റെ അടിപൊളിയാ. ഇവന്റെ ഉള്ളത് കാടമുട്ടയൊക്കെയാണ്. കാടമുട്ട അല്ലെ, ബീട്രൂട്ട് വെറൈറ്റിയാ.
അവൻ എന്ത് സാധനമാണ് കിട്ടിയേക്കണെന്ന് പോലും അവൻ അറിയാൻ പാടില്ല. അതാണ് പ്രശ്നം. തുറന്നു നോക്കടാ. എല്ലാവരുടെയും റഞ്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് ഫുഡ് എഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പയ്യെ ഇറങ്ങി. എല്ലാരും ഇറങ്ങി. എങ്ങനെയുണ്ട്? ക്ഷീണിച്ചാ? ഓ അയ്യ, ഹാങ് ഓവർ ഉണ്ടാ? വയറിറങ്ങി തിശയായി. ഹാങ് ഓവർ ഉണ്ടാ? മറ്റേ സാധനല്ലേ? എടാ എന്താണ് അടുത്ത പരിപാടി? എന്താ നമ്മള് ഉമ്മാപ്പേനെ കാണാൻ പോണു. ഉമ്പാപ്പേനെ കാണാൻ പോകും. നമ്മളിനി എല്ലാരും എംബാപ്പേനെ കാണാൻ പോണാണ്. എംബാപ്പേനെ കാണാൻ പോണം. ഒരു ഡയറി മിൽക്ക് വാങ്ങാണ്ടി വന്നാണ്. സിൽക്ക്, എംബാപ്പയ്ക്ക് സിൽക്ക്. എംബാപ്പയ്ക്ക് സിൽക്ക്. കോലുമിട്ടായ? കോലുമിട്ടായ ഉണ്ടാ? എംബാപ്പെ കുഞ്ഞാവ് ചെയ്തോണ്ട് കൊടുക്കണം പറയണത്. കോൽമിഠായി അതന്നെ. കാരണം എടാ എന്തിനാ ഡയറി മിൽക്ക് കൊടുക്കുന്നവന്? കൊച്ചു പയ്യനെല്ലാം എവിടെ ഡയറി മിൽക്ക്? സിൽക്ക്, അതൊക്കെ സിൽക്ക് ചോക്ലേറ്റ്. ഓ സ്നേഹം കണ്ട ചേട്ടന്മാരടാ. കണ്ട് പടിയല്ലേ ഇരിക്കണരുത്. കോലുമിട്ടായ? ഇതെന്തിന്? അതുകൊണ്ട് കളിക്കുമ്പോ തിന്നാൻ. കളിക്കുമ്പോ തിന്നാനാ? എംബാപ്പയ്ക്ക് കളിക്കാൻ കിൻഡർ ജോയ് ഉണ്ട്, കളിപ്പാട്ടം. ജോയും കളിപ്പാട്ടവും കൊടുക്കാം. പച്ച ഉണ്ടോ? പച്ച ഇവരും കൂടി എന്തോ കഴിക്കാണ്. എന്താണ് കയ്യില് കഴിക്കുന്നത്? മാജിക് പോപ്സ്. മാജിക് പോപ്സ്. തിരുമി നാക്കിനിടയിൽ വെക്കും. മാമച്ചൻ മെയിനാണ്. മാമച്ചനാണ് മെയിൻ. കാണിച്ചു എങ്ങനെ ചെയ്യേണ്ടത്? ബ്ലോഗ് വരുമ്പോ എന്റെ അച്ഛൻ കാണില്ലേ? ആ ബ്ലോഗ് വരുമ്പോ എന്റെ അച്ഛൻ കാണും. ഓ ഓ പക്ക. ഈ താടിക്കകത്ത് നമുക്ക് ആവശ്യമുള്ള ഹാൻസും കൊപ്പൊന്നും അല്ല. കണ്ടോ മാജിക് പോപ്സ്? ഇത് വായിലിട്ട് പൊട്ടുന്ന മുട്ടായി. പൊട്ടണ മിഠായിന്ന്. എന്റെ പൊന്നു ദൈവമേ. എംബാപ്പേനെ നോക്കി നോക്കി വലഞ്ഞേട്ടാ. എംബാപ്പയുടെ അമ്മ വഴക്കുറയെന്നാണ് ഗൈസ് പറയണത്. അമ്മ വഴക്കുറയ അദ്ദേഹത്തിന്റെ. അതാണ് സീനാട്ടിക്കുന്നത്. അതൊന്നുമല്ല പോടാ. ഗൈസ് എല്ലാരും എംബാപ്പേനെ കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കാണ്. എടാ ഇത് മാറ്റി, ഹെൽമെറ്റ് മാറ്റി. സ്പ്ലെൻഡറിലാ എംബാപ്പയാണോ വരുന്നേ? എടാ ഓടി വരുന്നാ പറഞ്ഞേ. എവിടെന്ന് ഓടി തട്ടിപ്പറിച്ച് കൊണ്ടുപോകണോ ഇത്? ഗായ്സ് എല്ലാരും എംബാപ്പനെ നോക്കിയിരിക്കുന്നു. എംബാപ്പേ എംബാപ്പേ എംബാപ്പേ. ലോക്ക് ചെയ്ത് ഗായ്സ് എംബാപ്പയുടെ എല്ലാവരും എംബാപ്പേനെ കാത്തു നിൽക്കുന്നു. ഈ സൈക്കിൾ വന്നതാണ് എംബാപ്പേ? അല്ല, ജേഴ്സി ഇട്ടവൻ എംബാപ്പേ. എല്ലാവരും എംബാപ്പേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ് ഇവനൊന്നും മനസ്സിലാവുന്നില്ല. എവിടെയാണ് എംബാപ്പേ? എംബാപ്പ എംബാപ്പയുടെ സ്കൂള് കാണിച്ചെന്നു. എംബാപ്പ എവിടെയെന്ന് വെച്ചാൽ നീ നേരത്തേക്കണം. എന്താ എല്ലാരും എംബാപ്പേനെ തപ്പുന്നു ഗായ്സ്. എംബാപ്പേനെ കാണുന്നില്ല. ഗായ്സ് എംബാപ്പേനെ കാണാൻ ഇവിടെ 1000 പേര് വെയിറ്റ് ചെയ്തിരിക്കണ ഗായ്സ്. ഇതാരൊക്കെയാണ്? കൺഫേം. ഇതാ എംബാപ്പെ വരുന്നു. എന്താടാ പോലൻസോ നിക്കള? എനിക്ക് എല്ലാരും കണ്ട ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. കരിയാലിലേക്ക് ഇംപ്രഷൻ ആണ് ഗായ്സ്. ഗായ്സ് എംബാപ്പെ ഇതാ കടന്നു വരുന്നു ഗായ്സ്. എംബാപ്പെ വന്നിരിക്കാണ് ഗായ്സ്. ആ എംബാപ്പെ ഇതാ എംബാപ്പെ എത്തിയിരിക്കാണ് ഗായ്സ്. ഇതൊക്കെ എംബാപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കണം ഗായ്സ്.
ഇപ്പുറത്തെങ്ങാനും എനിക്ക് കൊണ്ടുപോകാൻ നിന്റെ സ്കൂള് കണ്ടിട്ട് എന്തിനാണ് ഞങ്ങക്ക് അല്ല ഭാവി കൊച്ചിനെ ചെറുക്കാണ് കല്യാണം കഴിഞ്ഞ് കൊച്ചാൻ എടാ എന്തൊക്കെയുണ്ടെന്ന് നോക്ക്. മോൻ എന്തൊക്കെയാണ് മാമൻ മേടിച്ചോണ്ടെന്നൊക്കെ നോക്ക്. എടാ നീ ഇറങ്ങിക്കണോ, കാണാൻ പറ്റുള്ള ഒന്നാമത്. നോക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്ക്. മോൻ എന്തൊക്കെ കൊണ്ടുവന്നേക്കണേ നോക്ക്. നോക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്ക്. ഞാൻ ചെറിയ വെച്ചല്ല ചെറിയ വെച്ചല്ല പറയണത്. ലോലിപോപ്പ് കിൻഡർ ജോയ് ഓരോന്നായിട്ടുണ്ട് കൈ കൊടുത്തേ. അന്നൊരു സാധനം തന്നെ ഞാൻ മേടിച്ചു പറ്റുള്ളൂ. അത്ര ഉണ്ട്. അത് 666 ഒക്കെ എനിക്ക്. ഗൈസ് ചെറിയ വെച്ചല്ല പിന്നെ വീട്ടിൽ പോട്ടിട്ടിരിക്കണം. അമ്മ വിടൂല നിങ്ങള് അല്ല അടുത്ത റൗണ്ട് തന്നെ ഇനി ആർക്കും എന്തായി ന്യൂ ഇയർ എന്തായി മോന്റെ? ഇപ്പൊ നല്ലോണം പോകുന്നു. അവനോടി അതാണ് എംബാപ്പയുടെ കൂട്ടുകാര്. കുറച്ച് ഫുട്ബോൾ കൂട്ടാറുന്നല്ല അത്. എടാ ന്യൂ ഇയർ എങ്ങനെ എംബാപ്പെ? രണ്ടു വാക്ക്. എടാ എന്തായി ന്യൂ ഇയർ എന്തായി? ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുന്നു. അങ്ങനെ എന്റെ അണ്ണാക്കിനോട് ക്യാമറ ഇല്ലടാ സൗണ്ട് കേൾക്കൂല. ന്യൂ ഇയർ ഒക്കെ നല്ലോണം അടിച്ചു പൊളിക്കുന്നു. ആണാ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എന്ത് സംഭവിച്ചു രാത്രി 12 മണിക്ക് ന്യൂ ഇയറിന്? രാത്രി 12 മണിക്ക് MCRP കയറി വള്ളി പിടിച്ച് അവിടെ ബാം അടിച്ചിരിക്കണം. ഓ ബാം മേടിച്ചാ? MCRP കയറി വള്ളി പിടിച്ച് ബാം മേടിച്ചു. അപ്പൊ ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ എംബാപ്പയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എംബാപ്പ ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എൻജോയ്. അപ്പൊ ഓക്കെ, സന്തോഷമായില്ലേ ചേട്ടാ? സന്തോഷമായില്ലേ? ഇങ്ങോട്ട് വാ. ഇവിടെ ഉണ്ടോ? അവിടെന്നോ സെറ്റ് അല്ലേ? അത് നിക്കോ. അപ്പൊ ഗായസ് നമ്മളിപ്പോ ചാക്കിയകത്ത് തിരികാണ് എല്ലാരും കൂടി. നമുക്ക് എല്ലാ കളറിലും ഡ്രസ് എടുക്കാം. ഓ എല്ലാ കളറും. ആദ്യം ഒരു ഗ്യാങ് ഡ്രസ് ഇറക്ക്, എന്നിട്ട് നീ ഇത് കളറിൽ നമുക്കുള്ള ഒരു ഗ്യാങ് ഡ്രസ് തന്നെ എല്ലാ കളറിലും ഇറക്കാം. ഓക്കെ. എന്നിട്ട് ഇപ്പൊ KV ആയിട്ട് അടി വരാണെങ്കിൽ അവര് പച്ചല്ലേ, അപ്പൊ നമ്മള് ചോപ്പിടും. TG ചോപ്പായിട്ട് അടി വരുമ്പോ നമ്മൾ നീലിടും. മഴവിൽ ഗ്യാങ് എന്ന പേരും കിട്ടും. മഴവിൽ LGBT ഇന്നത്തെ ദിവസം ഇറങ്ങും. വെള്ളത്തിലിട്, കൊന്നു കത്തിച്ചാലോ വെള്ളത്തില്. ഇവൻ ഭയങ്കര എതിരാണ് എല്ലാത്തിനും. ഈ ടോണി അടിച്ച് സെറ്റ് ആയതുകൊണ്ടാണ് കാശ്, വേറെ ഒന്നും കൊണ്ടല്ല. എൻസോ എന്തായി? മൂഡ് ഓണായാ? ഇപ്പൊ എത്ര മണി സമയം? മാമച്ചന്റെ പോണെന്തേ? ടൈം എത്രയാടാ? ആദ്യ ടൈം എത്രയാടാ? 4 മണി. അറിയാലോ എന്താണ് ഇതാണ് നമ്മുടെ പുതിയ സാധനം. ഇങ്ങനെ അടിക്കണോ? എങ്ങനെ? എന്നിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് മൂഞ്ചി നേരെ ആക്കണം. ഹലോ ഗായ്സ്. ഓ ഇത് വായിക്കൂടി വിട്ടാലും കഴിവ് തന്നെ. കൂടെയാണ് വിടണ്ട കേട്ടോ. ഇത് ഇങ്ങനെ ആട്ടി കുടിച്ചിട്ടൊന്നും ആയോണ്ടറാ. മൂഞ്ചി കായ്സ്. ആരും ഒരു വട്ടം. അടുത്തത് നിനക്ക് അറിയില്ല, ഞാൻ കളിക്കാൻ ബിടെക്കാണെന്നാ കോമള പറഞ്ഞ എന്ത് ബിടെക്? മാമച്ച കാണിക്കാൻ മാമച്ചൻ വന്ന് പ്രോ. മാമച്ച പിടിച്ചേക്കുന്ന രീതി, 1000 കോമള പോയിരിക്കണം. അതിന്റെ ഷേപ്പ് എല്ലാം കമ്പയർ ചെയ്താ. ഹലോ എടാ ഊതണ്ട, വെറുതെ വെച്ചാൽ മതിയല്ല അങ്ങനെയാണെങ്കിൽ. ഓൾറെഡി കാറ്റടിക്കണ്ട്, എന്തിനാണ് നീ ഊതിയതല്ലേ? മുതലായി. പൊളി ടോണി ബിടെക് എഞ്ചിനീയർ. ബിടെക് പഠിച്ച ഇതാണ് ഗൈസ് ഗുണം. ബിടെക് ഭയങ്കര ഓപ്പോസിറ്റ് ചെയ്യണം നായ ഇങ്ങനെ. വെറുതെ ബാക്കി കൂടെ വിട്. അതിന് പ്രായം വേണം. നീ എവിടെയെങ്കിലും വിട്. ഐജൽ ധോണിയുടെ അങ്ങനെ എല്ലാവരും വിഷമിച്ച് ദാഹിച്ചലഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരും കൂടി ഇളനീര് കുടിക്കണേ. എങ്ങനെയുണ്ടാ?
റിഫ്രഷിങ്. കലികാലം ബ്രോ എന്നാ ഓടിക്കണേ? കാണണ്ട ഒറ്റ ഫ്രെയിമിൽ അതൊക്കെ. ഗൈസ് എൻസോ എല്ലാവരും മോണോപ്പൊളി കളിച്ചോണ്ടിരിക്കണേ. എല്ലാവരും കള്ളക്കളി കളിച്ചോണ്ടിരിക്കണേ. ഇവനൊക്കെ കള്ളക്കളിയുടെ ആശാരം. ബാങ്കർ മാമച്ചനൊക്കെ ഭ്രാന്തായി. നമുക്ക് സോളാർ എനർജി വരുമോ? യുവർ ട്രസ്റ്റ് ഫണ്ട് ബിഗ് സാമയില് കളക്റ്റീവ് 500. അപ്പൊ 2.5 മില്യൺ ആഡ് ചെയ്യാം. എന്താണ് ഇത് പച്ചയാണ് കണ്ടൂടെ? 2.5 മില്യൺ. ഈ പോക്ക് പോയാ നീ ACTന്റെ അടിക്കല കേവിയാന്ന് പറഞ്ഞിട്ട്. എടാ അത് മഞ്ഞ പച്ച തിരിച്ചറിയണില്ലാന്നോന്. എടാ വെറുതെ മറ്റേ ബാക്കപ്പ് കണ്ട 28 മില്യൺ 29 മില്യൺ. എത്ര കോളനിയാ? നിർത്തി കൊഴിയവനാണ് ശരിയായ പനി കൊണ്ടു. നീ ഒരു 12 മില്യന്റെ മേടിച്ച ഞാൻ മറക്കൂല. അതിനുള്ളത് കളി അറിഞ്ഞൂടാ. കളി 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 ബിസിനസ് ഡീലാണ്ടാ. സോളാറോ അതിന്റെ റെന്റ് തരാം. ഞാൻ പ്രതീക്ഷിക്കുന്ന മാമച്ച വീണ്ടും ഞാനൊരു അങ്ങനെ നമ്മൾ 1-ാം തീയതി ആയി. നമ്മളിപ്പോൾ പനമ്പള്ളിതാറിലാണ്. നമ്മളപ്പോൾ ഇതേ മാമച്ചനും ഇതേ നമ്മുടെ ഡോണിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഫോട്ടോച്ചിക്ക് വളരെ പരിപാടിയാണ്. ഇതേ അതേപോലെ തന്നെ ഇതേ ഇതുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ബാക്കിൽ ഒരാളിപ്പോൾ ഉണ്ട്, കരികാലൻ. നമ്മളിപ്പോൾ പെട്രോളൊക്കെ അടിച്ചു. പെട്രോൾ അടിച്ചിട്ട് ഇനി നേരെ ഫോട്ടോച്ചി കാർണിവൽ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ ബ്ലോക്കിൽ. അതുകൊണ്ടാണ്. അപ്പോൾ പോയാലോ എന്നാ? മൂസക്കാന്റെ കുതിര ഗൈസ്. മൂസക്കാന്റെ കുതിര സാധിക്കണു. മൂസക്കാന്റെ കുതിര കിട്ടി. മൂസാക്ക ഉണ്ട്.
ഗായ്സ് അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞെടുത്ത് ഫോട്ടോ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. തിരക്കൊക്കെ കഴിഞ്ഞ് പയ്യെ പയ്യെ എത്തി അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഫോട്ടോ വെച്ച് ബീച്ചിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളാണ്. അങ്ങോട്ട് പോവാം. ബീച്ച് ഹെൽത്ത് ക്ലബ് ആരാണ്? ആ അതൊക്കെ അപ്പുറത്താണ്. അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ബീച്ച് സൈഡിലാണ്. ബീച്ച് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇവിടെ വൈകുന്നേരമൊക്കെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഫുൾ പ്രാവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ബീച്ചിലേക്ക് എത്തി. എവിടെയാണ് പരിപാടി നടക്കണേന്ന് അറിയില്ല. നടക്കണം. വലിപ്പം വരുന്ന തെഗു ഈ പെക്ഷയുടെ മാത്രം പ്രത്യേകതയാണ്. മാമച്ചനും ഇവരൊക്കെ പോട്ടെ. ഏതോ കല്യാണ വീട്ടിലെ പരിപാടി പോലെ എല്ലാവരും പോകുന്നുണ്ട്. കല്യാണ വീട്ടിലെ പരിപാടി അല്ല. പേർഷ്യൻ കാറ്റുകൾ, വിവിധ ഇനം ഫാൻസി പ്രാവുകൾ, അലങ്കാര കോഴികൾ, വിദേശികളായ അനേകതരം അലങ്കാര തത്തകൾ എന്നിങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒട്ടനവധി വിഭവങ്ങൾ. മാമച്ചനെ മിക്കവാറും പിടിച്ചകത്തിടും. പെറ്റ് ഷോടൊക്കെ ഉണ്ട്. കടന്നുവരൂ സുഹൃത്തെ, കുടുംബത്തെയും കൂട്ടിവരൂ സുഹൃത്തെ. നല്ല തിരക്കുറവുണ്ട്. ഇന്ന് നേരത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പ്രത്യേകതരം ബോട്ട് ചെയ്ത് കളിച്ചാലോ? കളിക്കാനാണോ? ആറ് ചാൻസ് 50 രൂപ. ഗൈസ് കരികാലം അങ്ങനെ ഗൂഗിൾ പേ ചെയ്യാൻ പോണേണ്. ഗൈസ് കോമ്പറ്റീറ്റീവ് മൂഡാണോ? നമ്മൾ പണ്ട് കോമ്പറ്റീറ്റീവ് ഗൈസ് 6 ഇതിന്. അപ്പോൾ കരികാലം ജീപ്പ് എറിയാൻ പോവാണ്. നമുക്ക് നോക്കാം. അപ്പോൾ കരികാലം കോമ്പറ്റീറ്റീവ് മൂഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരികാലിന്റെ ഇതാ കണ്ടോ, റിങ് എറിയാൻ പോവാണ്. റിങ് ഓക്കെ കരികാലം എറിഞ്ഞോ. ആ ഡോണി ഐജിയിലെ എറിയാൻ പോണ ആദ്യം. ഐജിയിലെ ഓ ഐജിയിൽ അങ്ങനെ മൂഞ്ചിരിക്കണം ഗായ്സ്. ഓ രണ്ടരങ്ങനെ പോയിരിക്കണം. മൂഞ്ചിയ എന്താണ് മൂഞ്ചിയ നോക്കട്ടെ. ഓക്കെ ഗായ്സ് കരികാലം അങ്ങനെ എറിഞ്ഞു. ഗായ്സ് എൻസോ ഗായ്സ് എൻസോന്റെ മൂഞ്ചിയ മുഖം ഒന്ന് കാണിച്ചു തരും. എൻസോ തുടങ്ങിയപ്പോഴായിരിക്കും തോന്നിയത് എടാ മാമച്ചന് കൊടുത്തില്ലെന്ന്. ബൂസ്റ്റ് മേടിച്ചാ മതി. 100 കൊടുത്ത ബൂസ്റ്റ് കിട്ടിയാനെ എറിഞ്ഞളഞ്ഞു. അറബിക്കടലിന്റെ കുറുനിരകൾ ഉമ്മവെച്ചുകൊണ്ടിരിക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിൽ ക്രിസ്മസ് നവവത്സര ആശംസകളോടെ കരികാലം അടുത്ത ഗെയിം കളിച്ച് ഈ ഒരു ജയിച്ചിരിക്കുകയാണ്. ഇതില് വെറുതെ ബോൾ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാതാണ്. അങ്ങനെ കരികാലം കിട്ടി ഗായ്സ് കപ്പ്.
പച്ചക്കപ്പ് എന്ത് പറയണു കപ്പ് കിട്ടിയാല്? നമ്മുടെ 666 4ാമത്തെ കപ്പാണിത്. 666 4ാമത്തെ കപ്പ്. SNG 3 കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ാമത്തെ കപ്പ്. എന്താണ് എടാ? ഓ അത് കൊള്ളാലാ. അപ്പൊ അങ്ങനെ നല്ലൊരു അടിപൊളി ദിവസം. എൻസോ ന്യൂ ഇയർ എന്തായി? ന്യൂ ഇയർ എന്ത് ഇവൻ ഒറ്റക്ക് കിടക്കണ ഈ മാമച്ചൻ? മാമച്ചൻ കപ്പ് കിട്ടിയ സന്തോഷം വേണ്ടേ? മാമച്ചനെ പെറ്റ്ഷോട് അവിടെ ചെന്നപ്പോഴേ പറഞ്ഞ് ഇഗ്വാനൊക്കെ വരെ നിക്കു ചോദിച്ചു അവിടെ. എന്താ കാര്യം? എന്തോ സ്പെഷ്യൽ ഇമ്പോർട്ടഡ് ഇഗ്വാന ഉണ്ട് പറഞ്ഞു. എടാ നിന്നെ കളിയാക്കണടാ. എന്താണ് അവിടത്തെ ഇഗ്ഗാന് വിറ്റുപോയാ? ഷോക്ക് ഇഗ്ഗാനില്ല. എവിടെ? എടാ അത് കിസ്സിങ് ഫിഷ് ഫ്രൈ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ 100 രൂപ കാല് ഫിഷ് ഫ്രൈ. ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എടാ വാ. കരികാലിനും അപ്പാപ്പനും സെൽഫി കഴിച്ചു. എവിടെ നിക്കട എല്ലാവരും? നിക്കട കരികാല കപ്പ് വിത്ത് ചെമ്പാകുഞ്ഞാശൻ. ഗായ്സ് നമുക്കങ്ങനെ കപ്പിട്ടി സന്തോഷം. ഗായ്സ് ഓക്കെ. ഇന്ന് എങ്ങനെ ഉണ്ടായി? ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായി? ആ ഓ പാട്ടൊക്കെ സെറ്റാണല്ലോ. അടിപൊളി അടിപൊളി. ഓക്കെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓ സീൻ. ആ ഓ എന്താ സംഭവം എന്നറിയോ? എടാ എന്താ സംഭവം എന്നറിയോ? അത് ഇതാണ് നമ്മുടെ കൊച്ചിയിൽ ക്രിസ്മസ് ട്രീ. സ്വന്തം ക്രിസ്മസ് ട്രീ. മാമച്ചൻ കണ്ടിട്ടുണ്ട്? ആദ്യമായിട്ട് കാണാനാ? ഫസ്റ്റ് ടൈം മാമച്ചനൊക്കെ കണ്ടത്. മൊത്തം സ്ട്രീറ്റിലൊക്കെ ആൾക്കാരാണ്. ഓ എടാ കയറി കണ്ടോ? എവിടെ ഗായ്സ്? അപ്പം നമ്മുടെ ആ ക്രിസ്മസ് ട്രീയുടെ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ് അപ്പം നമ്മളുടെ കൊച്ചിയിലെ ക്രിസ്മസ് ട്രീയുടെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കണം ഗായ്സ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇൻസും എല്ലാവരും അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. എന്തായി? നല്ല നല്ല സീരിയസ് സെറ്റുകളുണ്ട്. പിന്നെ ഇതുപോലത്തെ ലൈറ്റ്സുകളുണ്ട്. പിന്നെ ഇടക്കൊക്കെ ചെറിയ ബലൂൺസൊക്കെ ഉണ്ടാക്കാം പൊട്ടിന്ന് തോന്നും. സ്റ്റാറുകളുണ്ട്. പിന്നെ എന്തൊക്കെയോ കത്തും ഇടക്കിടക്കും. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്.
അപ്പോൾ അടിപൊളിയായിരുന്നു ഗായ്സ്, നല്ല പരിപാടി, ഉഷാറായിരുന്ന പരിപാടികളായിരുന്നു. അപ്പോൾ 2 ദിവസം നമ്മുടെ കൂടെ 666 കുറച്ച് നല്ല സുഹൃത്തുക്കൾ നമ്മളെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റി. നല്ലൊരു പരിപാടികൾ തന്നെ ആയിരുന്നു. ഇപ്പം നമ്മളെന്തായാലും ഇന്ന് രാത്രിയും കൂടി ഇനി വരുള്ളൂ. അപ്പോൾ പരമാവധി അടിപൊളിയായിട്ട് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മീറ്റിങ്ങും പരിപാടികളൊക്കെ ഇനി അത് എത്രയും പെട്ടെന്ന് തന്നെ പറയുന്നതായിരിക്കും, മാർച്ചിലായിരിക്കും തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ശാന്തിയായിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ 2 ദിവസത്തെ പരിപാടികൾ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ന്യൂ ഇയർ തെറ്റല്ലേ? ബാക്കിയുള്ളവരെല്ലാവരെയും നമ്മൾ ഏർലി മോർണിംഗ് കണ്ടായിരുന്നു, കുറച്ചൊരു വീട്ടിൽ പോയി കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ അവരുടെ തിരക്കാണ്, കുറച്ചൊരു പഠിക്കുകയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം എന്തായാലും കുറച്ചും കൂടി ഉഷാറായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു 10-20 ആൾക്കാരെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാ? ഓ, 3 ട്രിപ്പ് പോകണമെന്ന് ഇവർ പറയണത്. 3 ട്രിപ്പ്. അപ്പോൾ ഓക്കെ എവരിവൺ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ നമ്മൾ അവസാനിക്കുകയാണ്. നമ്മുടെ വ്ളോഗ് പരിപാടിയൊന്നും നമുക്ക് വലിയ അറിവില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ദയനീയമായി ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും എവരിവൺ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എൻജോയ്. നല്ലൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇനിയും നല്ല നല്ല വ്ളോഗ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമയോടുകൂടി നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷകളിലാണ്. അപ്പോൾ ഓക്കെ എവരിവൺ, ബൈ. ഹലോ എവരിവൺ, അങ്ങനെ നമ്മുടെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ എൻസോ, ഓൺ ഫുട്ട് എൻസോന്റെ ഇന്നത്തെ ബർത്ത്ഡേ ആണ്. ഓൺ ഫുട്ട് എൻസോയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ സഹോദരൻ 23 വയസ്സായ ഒരു പുരുഷനെ മാറിയിരിക്കണം ഗായ്സ്. കരികാലം ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കേക്ക് അപ്പം നമ്മൾ മുറിക്കാൻ പോവാണ്. Are you guys ready? Happy birthday to you. Happy birthday to you. Happy birthday to Enzo Edwards. Happy birthday to you. പാട്ട് പാട പട്ടി, പാട്ട് പാട. എൻസോ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഓക്കെ, എല്ലാരും ഞാൻ ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ ഒന്നും വേണ്ട, ഇതിന്റെ ബില്ല് അങ്ങ് നീ ഇവിടെ തീർത്താൽ മതി. ഞാൻ പോയിട്ട് വരാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. നിന്റെ ദിവസം എൻസോ ഗായ്സ്. അപ്പൊ എൻസോന്റെ ബർത്ത്ഡേ ആണ്. വിശ്വസിച്ചു എൻസോ ഗായ്സ്. അപ്പോ നമ്മൾ തോമ്പടിയില് നമ്മുടെ റെസ്റ്റോ കഫേയിൽ വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഡീലാണ്. അപ്പോ ഇവർക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മുടെ ആൾക്കാർ ചെയ്തിരിക്കുന്നത് കോൽക്കളി, കുറച്ച് പ്ലാറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇവനടുത്ത് സാധനം കഴിച്ചായിരുന്നു, ബർത്ത്ഡേ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഗായ്സ് ഇപ്പൊ ഇത് നമ്മള് കഴിക്കാന്നുള്ള പരിപാടിയാണ്. മാമച്ചനാണ് ഇത് വേണോന്ന് പറഞ്ഞത്. മാമച്ച ഇത് കഴിച്ചു തീർക്കണേക്കൊന്ന് കാണണം. പനീറാണോ? അത് പനീറാണ്. എന്താ പറഞ്ഞ കോമഡി അടിച്ചു, പനീർ പനീരൊന്നും. പനിനീർ വെച്ച പനി വരും. പിടിയടവനെ ഒരുത്തിന് ഇവിടെ നിന്നിട്ട് മൽപ്പിടുത്തം നടത്തണുണ്ട് ഗായ്സ്. മൽപ്പിടുത്തം എന്താണാ നീ ചെയ്യണത്? ഓ മച്ചനൈസ് ലൈമല്ലേ ഇത് സാധനം വരുന്നേട്ടാ. അവിടെ തന്നെ ചോദിക്കണം. ഡോണി വാട്ടർ മെലൺ മൊയ്റ്റാണ് അവിടെ തന്നിരിക്കുന്ന. മൊയ്റ്റോ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിയില് ചേട്ടാ 2 ലിറ്ററിന്റെ വലുതുണ്ടാ? 2 ലിറ്റർ അല്ല, നമ്മള് 1 ലിറ്റർ ട്രാൻസ്ജെൻഡർ അടിപൊളി. മത്സരായോ? മത്സരയിലാക്കി ഞങ്ങള് ആരാ മത്സരത്തിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നേ? മയോണൈസ് കണ്ണിത്തമ്മ ഇവന്റെ ചീഞ്ഞ കോമഡിയാണ്. ഇവനെ തോക്കുമ്പടി പഴത്തിനടി ഞാൻ താത്തും. ഒരുത്ത ബർത്ത്ഡേ പോയി നല്ല വൈനാട്ടാ. ഇവനെന്ത് മര്യാദ കരികാരം ചെയ്യണത്? പറി വില കളയും.
കരികാലം കാലമായിട്ടുള്ള യുദ്ധത്തിലാണ്. പട്ടണത്തിലുള്ള വയലാണ് ഗൈസ്, ഒന്നും തോന്നരുത്. പേപ്പറാണെങ്കിൽ എന്താ മലപ്പുറത്തൊക്കെ എങ്ങനെയാ? ഓക്കെ എവരിവൺ, അപ്പോൾ ദേ നമ്മുടെ പരിപാടികളും എല്ലാം 1-ാം തീയതി കഴിഞ്ഞു, ഇന്ന് 2-ാം തീയതി ആയി. ഇപ്പോൾ 12 മണി കഴിഞ്ഞു. നമ്മളപ്പോൾ ന്യൂ ഇയർ പരിപാടികൾ കഴിഞ്ഞു, നമ്മുടെ 1-ാം തീയതിയിലത്തെ കാർണിവൽ പരിപാടികളും കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളുടെ ഡിന്നറും പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ നാളെ എല്ലാവരും രാവിലെ ഏർലി മോർണിംഗ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് ഗായ്സ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, എൻജോയ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഒരു എത്ര മണിക്കൊക്കെ പോകുന്ന കാര്യമല്ല? 9:30. ഒരാൾ 9:30, ഒരാൾ ഏർലി മോർണിംഗ് 5 മണി ബൈ റോഡ്. ടോണി ഇവര് ഒരുമിച്ചാ പോകുന്നത്. എൻസോ എപ്പോഴാ പോകുന്നത്? രാവിലെ ആണോ? മൂഡ് അനുസരിച്ചിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത മീറ്റപ്പ് വിളിക്കും അല്ലേ? നോക്കരുത്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഗായ്സ് അപ്പൊ പരിപാടികൾ. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ, ടാറ്റ. എന്നിട്ട് പോടാ, ടാറ്റ. അപ്പൊ ഓക്കെ എവരിവൺ, അപ്പൊ അതേ കരികാലിനും അപ്പൊ നമ്മുടെ ഡോണിയും പോവാണ്, ഇവിടെ പറയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം എപ്പോഴേനി? അടുത്ത മൂന്നാർ ട്രിപ്പ് അല്ലേ? അടുത്ത ഇതിനെ കാണാം. അപ്പൊ അവരിപ്പോ വൈറ്റില ഹബിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവര് പോവുകയാണ്. അവര് ഇപ്പോ അവരുടെ ബസ് വരാറായി. പിന്നെ നമ്മുടെ ബ്ലാക്കിനെ അവര് കൊണ്ടുപോവാണ്. ഇതെന്റെ ബ്ലാക്കി. ഇനി കരികാലിന് ബ്ലാക്ക് ലെഗിന് സ്വന്തം. ദിസ് ഈസ് മൈ ബ്ലാക്കി. എവിടെ ബ്ലാക്കി പോയിട്ട് വേട്ടാ കരികാലിന്റെ ഇവിടെ നോക്കിക്കൊള്ളാം. കരികാലം നോക്കിക്കൊള്ളാം. ബൈ ബ്ലാക്കി, ബൈ. ഓക്കെ എവരിവൺ, ബൈ. അന്ന് എടുത്തോ, സാധനങ്ങളൊക്കെ എടുത്തോ. പയ്യെ പാക്ക് ചെയ്യുന്നു, അവര് പോകുന്നു. അപ്പൊ നമ്മുടെ ബ്ലോഗും പരിപാടികളൊക്കെ നമ്മുടെ ഹോഗയാ. ഓക്കെ ബൈ. ഡിസ്കോഡിൽ കാണാം. നമ്മുടെ ബ്ലാക്കിലും കൊണ്ടാണ് പോകുന്നത് അദ്ദേഹം. ഇനി എന്റെ ബ്ലാക്കി വന്ന് ബ്ലാക്ക് ലെഗിന് സ്വന്തം, കരികാലിന് സ്വന്തം. എനിക്ക് 2 പേർഷിംഗ് ആറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണം വേറെ കൊടുത്തു, ഒരെണ്ണം ഇദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. ഓക്കെ ബൈ. അപ്പോ അവരും യാത്രയായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടികൾ കഴിയാം. ബൈ. ഇനി അടുത്ത പ്രാവശ്യം മീറ്റപ്പിന് കാണാം. മാനം കാറ്റത്ത് പാറിപ്പി സമ്പത്തെടുക്കാച്ചി പിള്ളാര് പൊട്ടാസ് കാണിച്ചു ഞാനയ്യോ പേടിക്കണ്ടേ. ഈ നാട്ടിൽ നല്ലവൻ എന്നുള്ള പട്ടം എനിക്കൊന്നു മേടിക്കണ്ടേ. ദീപ സ്തംഭം മഹാശര്യം, എനിക്കും വേണം പണം, എനിക്ക് മാത്രം വേണം പണം. അതിന്റെ ഗുണം കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ ഊമ്പിക്കോണം. പകൽ നേരത്ത് മയക്കമോ, നാവിന്റെ തുമ്പത്ത് പടക്കമോ, എന്നാ പൊട്ടിക്ക് ഞാനെന്ന് നീ എന്നെ